നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് ഒരു കിടിലം എസ്തെറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്നാൾ പോയി വീഡിയോ എടുത്തായിരുന്നു. ഇവിടെ പോയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിച്ചത് ദോശ, ചമ്മന്തി, രസവളം, പപ്പടം, താറാമുട്ടായി, ഓംലെറ്റൊക്കെയാണ് കഴിച്ചത്. പക്ഷെ അന്നെടുത്ത വീഡിയോ പ്രോസസ്സ് ചെയ്തപ്പോൾ അങ്ങനെ എന്തോ ചെറിയൊരു പ്രശ്നം കാരണം അത് പ്രോസസ് ചെയ്യാൻ പറ്റാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതുണ്ട്. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടെ ദോശ രാവിലെ 5 മണിക്ക് തുറക്കുന്ന കടയാണ്, രാത്രി 8 മണി വരെ. അന്ന് കഴിച്ച ഫുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. പിന്നെ അവിടെ ഉള്ള പൊറോട്ട, ബീഫ്, പിന്നെ അപ്പം, ദോശ, ഇടിയപ്പം, മുട്ടക്കറി, പിന്നെ വേറെ എന്തൊക്കെയോ കറികളൊക്കെയാണ്. ചിക്കൻ കറക്റ്റാണോ കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നമുക്കിന്ന് പോയി അവിടുത്തെ പൊറോട്ടയും ബീഫും ട്രൈ ചെയ്യാം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ വന്നത് തന്നെ ഈ ഒരു സംഭവമാണ്. ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നടക്കാൻ തന്നെ ശകലം പറ്റണം. ഇത്രയും ദിവസം എനിക്ക് ജസ്റ്റ് എൻ്റെ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കാലൊക്കെ നീരടിച്ച് ഈ നമ്മുടെ വലിയ വിരലിൽ കസേര തട്ടി മുറിഞ്ഞായിരുന്നു. കുറച്ചാകുമ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നീരായി പ്രശ്നമായി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരാഴ്ചയായിട്ട് ബെഡിൽ തന്നെ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസൊന്നും വരാത്തത്. നല്ല പണിയായിട്ടില്ല. പിന്നെ മാത്രമല്ല എൻ്റെ മൈക്ക് അഡാപ്റ്റർ കാണാൻ പോയി. മൈക്ക് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ലൈവ് വോയിസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മീൻസ് നമുക്ക് മൈക്കിലൂടെ കണക്ട് ചെയ്ത് മൈക്കില്ലാതെ നമുക്ക് പറയാം. ബട്ട് ഇതേപോലെ നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും ഓക്കെ. ബട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വിൻ ബ്ലാസ്റ്റ് ഉള്ളതുകൊണ്ട് ഫൂട്ടേജ് കിട്ടില്ല. നിൽക്കുമ്പോഴുള്ളതൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റാണ്, HD റെക്കോർഡിംഗ് ആണ്. എന്തൊക്കെ ആയാലും അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ്. അന്ന് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്കൊരു നഷ്ടമാണ്. കാരണം അത്രയും കീഴിലായിട്ടുള്ളൊരു രൂപവും വൃത്തിയും ഹൈജീനൊക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ. 30 വർഷമായി ആ സ്ഥലത്ത് അത് തുടങ്ങിയിട്ട്. മുമ്പ് വേറെ എവിടെയോ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാമ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇവിടെ തുടങ്ങിയിട്ട് 30 വർഷമായി. ഫുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അന്ന് കഴിച്ചത് ഒരു രക്ഷയിലായിരുന്നു. അവിടെ നല്ല തിരക്ക്, ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇവിടെ എപ്പോഴും സീറ്റ് ഫുള്ളായിരിക്കും. കുറച്ച് സീറ്റുകളേ ഉള്ളൂ, ഒരുപാട് സീറ്റുണ്ട്. ഒരു ഹോട്ടലാണ്. സോ അതും വളരെ കിടില എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ നാടൻ പഴയകാല ഹോട്ടലുകളുടെ ആ ഒരു രൂപം മെയിൻറ്റെയിൻ ചെയ്ത ഒരു കിടിലൻ ലുക്കുള്ളൊരു ഹോട്ടലാണ്. ഒന്നും പറയാനില്ല, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അവനെ പ്രിപ്പയർ ആട്ടോ, ഇവൻ്റെ എക്സോസ്റ്റ് ഇല്ല. സോ അതാണ് ഞാൻ ഇത് പുറത്തിറക്കാത്തത്. വേറൊരു സ്ഥലത്തിരിക്കുകയാണ്. അതിപ്പോൾ എടുക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ഡോം ഇപ്പോൾ എടുക്കാത്തതിൻ്റെ കാര്യം. എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് എടുക്കും.